ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തോളമായെന്ന് തോന്നുന്നു, 1-2 മാസത്തോളമായെന്ന് തോന്നുന്നു. അപ്പം സമയം കിട്ടാറില്ല. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. എന്തോ മടിയോ സമയം കിട്ടാഴികയോ അതൊക്കെ തന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര എന്താ വെയിറ്റ് ഒട്ടും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം എന്നെപ്പോലെ കുറേ പേരുണ്ടായിരിക്കും. ഞാനൊരു 40-41 ആയിരുന്നു. ഒരു 2-3 മാസം മുന്നേ ഒരു 40-41 റേഞ്ചിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ജേർണിയെ പറ്റി വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഫുഡ് അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് കാണുമായിരുന്നു. അതൊരു ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യായിരുന്നു. അപ്പം വീട്ടുകാർ പറയുന്ന പോലത്തെ പല പല ഫുഡൊക്കെ കഴിച്ചു നോക്കി. അത് അങ്ങനെ എന്ന് പോയാലും ഒരു മാക്സിമം ഒരു 1 വീക്ക് അതിനുള്ളിൽ തന്നെ ഞാൻ നിർത്തും പരിപാടി. അപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യത്തില്ല ഇത് കഴിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, വണ്ണം വെക്കുന്നില്ല എന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് നിർത്തിപ്പോവായിരുന്നു. അപ്പം ഇതുപോലെ ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കുന്ന വഴിക്ക് ഒരാളുടെ വീഡിയോയിൽ ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് കണ്ടിട്ട് ജെന്യുവൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നു. എങ്ങനെ കഴിക്കണം, എന്തുകൊണ്ടായിരിക്കും നമുക്ക് വെയിറ്റ് വെക്കാത്തത്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് സഗീടോൺ എന്നാണ്. സഗീടോൺ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പ്രൊഡക്റ്റ് സഗീടോൺ എന്ന് പറയുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഈ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് കഴിച്ചതാണ്. ഞാൻ ഫുള്ള് കഴിച്ചതാണ്. ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് കഴിക്കുകയും ചെയ്തു. വേറൊരെണ്ണം ഞാൻ ഓർഡർ ചെയ്യുകയും ചെയ്തു. ഇതിനകത്തുണ്ട് 2 ബോട്ടിലുണ്ട്. അപ്പം ഇതിൻ്റെ പാക്കിങ് വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ സാധനം സെയിം തന്നെയാണ്. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയിലും നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു മീഡിയം സ്പൂണ് കഴിക്കുക. അതുപോലെ തന്നെ വൈകിട്ടും സെയിം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇലേഹിയും കഴിക്കുക. ഇതെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നല്ലതായിട്ട് വിശപ്പ് വെക്കും, ഭയങ്കരമായിട്ട് വിശപ്പ് വെക്കും. നമ്മൾ ആ വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിച്ചില്ല എങ്കിൽ പറ്റത്തില്ല, കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ജോലി സമയത്താണെങ്കിൽ തന്നെ ഞാൻ അവിടെ വെച്ച് എന്തെങ്കിലും സ്നാക്സ്, ഇപ്പം പപ്സോ അല്ലെങ്കിൽ സമൂസയോ ഏത്തയ്ക്കപ്പോ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിക്കും. അല്ലാതെ എനിക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് വിശപ്പ് വരും. വിശപ്പ് വരുന്നത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന എന്ത് ആഹാരമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ആ ഒരു 40-41 നിന്ന് ഞാനൊരു അറൗണ്ട് ഒരു 49-50 ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് 49 അല്ലെ 48 എന്നൊക്കെ പറയുന്നത് വലിയ വെയിറ്റ് അല്ല എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ വെയിറ്റ് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിനകത്ത് ആയുർവേദത്തിൻ്റെ എത്ര ഐറ്റംസ് ഉണ്ട്, ഒരു 10 കൂടുതലോളം സാധനങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന്. ഇത് മേടിച്ചാൽ അറിയാം. എന്താ ജീരകം, അതുപോലെ ശതാവരി, എന്തൊക്കെയോ ഐറ്റംസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഹണിയുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് വിശപ്പ് വരാനും ഇതിൻ്റെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്. പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം, യൂസ് അപ്പറ്റൈറ്റ് സ്റ്റിമുലൻ്റ് ആണ്, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും, ഇത് യൂസ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗമാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് അപ്പറ്റൈറ്റ് സ്റ്റിമുലൻ്റ്, ഇംപ്രൂവ് ഡൈജഷൻ, ഇൻക്രീസ്ഡ് എനർജി എന്ന് പറയുന്നത് 100% ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്തതാണ്. അപ്പം ഞാൻ വെയിറ്റ് വെച്ചോ ഇല്ലയോ എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ എൻ്റെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും ഞാൻ കൊടുക്കുക. അപ്പം വ്യത്യാസം മനസ്സിലാവും. പക്ഷെ എന്നെ എന്ന് കാണുന്നവർക്ക് അത്ര വലിയ വ്യത്യാസം തോന്നുന്നില്ല എങ്കിലും പേഴ്സണലി ഞാൻ വെയിറ്റ് വെച്ചു, അല്ലെ ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. സോ ഇതൊരു ജെന്യുവൻ പ്രൊഡക്റ്റാണ്. ഞാൻ എൻ്റെ അപ്പം ഇതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിതിന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞുതരും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 500 ഗ്രാമിൻ്റെ പാക്ക്. 500 ഗ്രാമിന് ഞാൻ ഒരു 655 രൂപയ്ക്കാണ് മേടിച്ചത്. 1 kg തന്നെ പാക്കുണ്ട്. 1 kg ഒരു 1200. അപ്പം ആദ്യം
ഫുള്ള് കഴിക്കുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു 500 ഗ്രാമിൻ്റെ ബോട്ടിൽ വാങ്ങി. പക്ഷെ ഇത് കംപ്ലീറ്റ് കഴിച്ചു. ആദ്യം വരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്ത് ലേഹ്യം കഴിച്ചാലും എന്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം പിന്നെ അത് നമുക്ക് ഓക്കെയാണ്, ആ ഒരു ടേസ്റ്റ് ഓക്കെയാണ്, സാധനം അടിപൊളിയാണ്. അപ്പം ഫുഡ് ഉണ്ടായാൽ തന്നെ ഞാൻ ഫുഡ് പകുതി കഴിച്ചിട്ട് പകുതി കളയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കൊണ്ടുവന്ന ഫുഡ് കംപ്ലീറ്റ് കഴിക്കാറുണ്ട്. കംപ്ലീറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വിശപ്പ്, അതുപോലെ വിശപ്പാണ്. അപ്പം നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് എൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എന്നെപ്പോലെ വീറ്റ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് വളരെയധികം ഉപയോഗപ്പെടും. സോ ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാനിവരെ പ്രൊമോട്ട് ചെയ്യുവാണെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഇതല്ല, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചു വീഡിയോ. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.